വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ബ്രെഡ് ബോൾ ഉണ്ടാക്കിയാലോ? ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ഡെസേർട്ടായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാനും നല്ലൊരു ഓപ്ഷനും കൂടിയാട്ടോ. നമുക്കിതിന് പ്രധാനമായിട്ടും നമ്മുടെ അടുക്കളയിൽ എപ്പോഴും സുലഭമായിട്ടുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മുട്ട, പാല്, ബ്രെഡ്, പഞ്ചസാര ഉണ്ടോ. ഞാനിവിടെ ഒരു 4 മുട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര, ഒരു നുള്ളി ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. ഒന്നൊന്ന് ഫ്ലഫായിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളി ഉപ്പും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് പാലാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഇതാ ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് നമുക്ക് വക്കെല്ലാം കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ വക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യത്തും കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒരു ഡെസേർട്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. പുഡിംഗ് പോലെയൊക്കെ നമുക്കിത് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. അല്ലാതെ ചൂടോടെ സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഈ ഒരു പരുവത്തിലാണുള്ളത്. പിന്നെ നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പാനില്ലേ, ഈ പോളകളൊക്കെ ഉണ്ടാക്കുന്ന പാത്രം, നല്ല നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എണ്ണ തടവിയിട്ട്, ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലോ യൂസ് ചെയ്യാം. എന്നിട്ട് അതിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ. തീ കൂട്ടി വെച്ചാൽ അടി കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇഫ്താറിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കും. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് കമൻറ്റ് ഇടാൻ മറക്കണ്ട.